ആ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകൂല. എന്താ ചെയ്യണ്ടേ? ഭക്ഷണം ഒന്നും കൊള്ളത്തില്ലെങ്കിലും ഭാര്യ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി, മധുരം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ചായക്ക് മധുരം കുറഞ്ഞുപോയി, എന്താ ചെയ്യണ്ടേ? പരസ്യമായി പറയരുത്. രാത്രി കിടക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കണം, നല്ല പോലെ ഉണ്ടാക്കണം, ഇത്ര കുറവുകളൊക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ ഏത് നന്നാകാത്ത ഭാര്യയും നന്നാകും. പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞ ഒരു നാളെ ചിലപ്പോൾ വിമ്മ് കലക്കി തരും. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹ് ഹീമ നൽകട്ടെ. അതുകൊണ്ട് പറയാ, ഭാര്യമാരെ എന്തിനാ സ്നേഹിക്കണം. ചില ഭർത്താക്കന്മാരുണ്ട്, എന്താണപ്പാ, കഴിക്കാനിരിക്കുമ്പോ പ്ലേറ്റില് ഭാര്യയുടെ ഒരു മുടി കണ്ടു കഴിഞ്ഞാൽ അവിടെ ബദറിതായിരിക്കും. പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണത്തിന്റെ അകത്ത് ഭാര്യയുടെ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബദറിയുദ്ധം നടത്തുന്ന ചില ചങ്ങാതിമാരുണ്ട്. പാതിരാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യയുടെ മുടിയും അതും ഇതൊന്നും ഒരു കുഴപ്പമില്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു തുണ്ടും മുടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ പ്രയാസമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെന്ത് ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. അവർക്ക് വേണ്ട ഹിദുമത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലെ? ഞാൻ പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാതൃക എന്ന് പറയുന്നത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളാണ്, അല്ലേ? ഏതെങ്കിലും സിനിമാ നടിയോ രാഷ്ട്രീയക്കാരോ ആരുമല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയണേ, നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, സഹായിക്കാത്ത ചില ചങ്ങാതിമാരുണ്ട്. ഇപ്പൊ റമളാൻ മാസത്തിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ എന്ത് ചെയ്യും? ഈ എച്ചുകലിയുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, ഉസ്താദെ റമളാൻ 27 രാവിലെ എന്റെ വീട്ടിലെ ഉസ്താദെ നോമ്പ് പറ. എന്നിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കും. ഈ ചങ്ങാതി രാവിലെ പോയിട്ട് എന്ത് ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും, വൈകിട്ട് ഒരു 50 പേര് നോമ്പ് തുറക്കാനുണ്ടാകും, നീ എല്ലാം ഉണ്ടാക്കണം. എന്താ പറയണേ? ഒരു 50 പേര് നമ്മുടെ എച്ച് പള്ളിയിൽ ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും അപ്പുറത്തും ഇപ്പുറത്തുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യും? നോമ്പ് തുറക്കാൻ വരും, നീ എന്ത് ചെയ്യാ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും. ഈ സാധു നോമ്പും പിടിച്ച് അതിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടും. ഈ ചങ്ങാതി ഇതിലൊന്നും മൈൻഡ് ചെയ്യൂല. വൈകിട്ട് ഉസ്താദന്മാർ വരുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉസ്താദിനെ പോക്കറ്റ് 500 ഇട്ട് കൊടുക്കും, നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കെട്ടിപ്പിടിക്കും, അത്ര തേച്ചു കൊടുക്കും. പക്ഷേ ആ ഭാര്യ അടുക്കളയുടെ അകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ചില ചെറുപ്പക്കാര് ചെയ്യാറില്ല. ചില ആളുകൾ, ഉസ്താദെ ഞങ്ങള് അടുക്കളയിൽ കയറി മീൻ വെട്ടിയാൽ ഞങ്ങളുടെ നടുവൊടിച്ചു ഉസ്താദെ എന്ന് പറഞ്ഞ ചില ഭർത്താക്കന്മാർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ചരിത്രം പറഞ്ഞു ഞാൻ കേട്ടോ, ചരിത്രം പറഞ്ഞു ഞാൻ കേട്ടോ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഹബീബ് എന്റെ പ്രിയപ്പെട്ടവരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ആർക്ക് വേണ്ടിയിട്ട്? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചരിത്രമാ. അല്ലാ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ. മദീനയുടെ നായകനാകുന്ന ഹബീബുണ്ടല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവിയതാ വീടിന്റെ ഉമ്മറ തിരുന്നുകൊണ്ട് ഗോതമ്പുണ്ടല്ലോ, റൊട്ടിയുണ്ടല്ലോ, കുഴക്കുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവിയാ. പടച്ചവനെ, ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പടച്ചവനെ, കയ്യിലിരിക്കുന്ന മാവുണ്ടല്ലോ എടുക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് പടച്ചവനെ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ കുഴക്കുകയാ. പടച്ചവനെ റൊട്ടിയുണ്ടാക്കുകയാ. എന്നിട്ടതാ പാത്രത്തിലേക്ക് എടുക്കുകയാ. മദീനയുടെ നായകനാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയെ ഉണർത്തുകയാ. അസ്സലാമു അലൈക്കും യാ ആയിഷ. ആയിഷ ബീവിയോട് സലാം പറയുമ്പോ ആയിഷ ബീവി എന്റെ പ്രിയമുള്ളവരെ എണ്ണീക്കുകയാ. പടച്ചവനെ സലാം അടക്കുകയാ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹിയതാ കയ്യിലിരിക്കുന്ന പത്തിയുണ്ടല്ലോ, കയ്യിലിരിക്കുന്ന റൊട്ടിയുണ്ടല്ലോ കൊടുക്കുകയാ. ആയിഷ ബീവിയതാ പറയുകയാ, എന്നെയൊന്ന് വിളിച്ചൂടെ നബിയേ, എന്നെയൊന്ന് വിളിച്ചൂടെ നബിയേ, ഞാൻ ഉണ്ടാക്കി തരുമല്ലോ നബിയേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിഷ ബീവിയോട് പറയുകയാ, വേണ്ട ആയിഷ. ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല ആയിഷ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവരോട് പറയുകയാ, ഭാര്യമാരെയുണ്ടല്ലോ, ഭർത്താക്കന്മാരെയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഇഖ്ലാസോ
ഇഖ്ലാസോടെ സ്നേഹിക്കുന്നവരാരാ? പടച്ചവനെ, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവരാരാ? അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നതാ. എത്രയോ പേര് കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഉസ്താദേ ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളോ, ദാമ്പത്തിക ജീവിതത്തിൽ പ്രതിസന്ധിയോ, ദാമ്പത്തിക ജീവിതത്തിൽ കണ്ണുനീരാ എന്ന് പറയുന്ന എത്രയോ പാവങ്ങളാ. ഉസ്താദേ വയലുകളിന് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, ഭാര്യയുടെ മുഖം കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ടെൻഷനാ എന്ന് പറയുന്ന എത്രയോ പേരാ. പാടില്ല, പാടില്ല. വയനാട്ടിലുള്ളൊരു സഹോദരി പറഞ്ഞതാ, ഉസ്താദേ നാടകമാ, നാടകമാ. എന്റെ ജീവിതത്തിലുണ്ടല്ലോ സന്തോഷമില്ല. എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ് ഉസ്താദേ. കള്ളുകുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നെ അടിക്കും ഉസ്താദേ, തൊഴിക്കും ഉസ്താദേ, ഇടിക്കും ഉസ്താദേ. പലതവണയുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവളാ. എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം കാണുമ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല എന്നൊരു സാധുവായ സഹോദരിയതാ പറയുമ്പോ, കപട സ്നേഹം പാടില്ല, കപട സ്നേഹം പാടില്ല. നിങ്ങളതാ സ്നേഹിക്കുമ്പോ ഇഖ്ലാസോടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീവിക്ക് കൊണ്ട് കൊടുത്തപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബിയേ അങ്ങെന്തിനാ നബി അടുക്കളയിൽ കയറിയേ? ഞാൻ അങ്ങക്ക് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, എന്നെ ഒന്ന് വിളിച്ചാലും മതിയായിരുന്നല്ലോ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ അള്ളാന്റെ റസൂലിനോട് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയാ, ആയിഷ നീ ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല ആയിഷ. അതാ സ്നേഹം, അതാ സ്നേഹം. ഭാര്യക്ക് എന്റെ പ്രിയപ്പെട്ടവർ ചുരിദാറും ബർദയും മേടിച്ചു കൊടുക്കണമല്ല സ്നേഹം. ഭാര്യക്ക് ഹിദുമത്ത് ചെയ്തു കൊടുക്കുമ്പോ അതൊരു സ്നേഹമാ പ്രിയപ്പെട്ടവരെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങള് ആയിഷ ബീവി ഒന്ന് ഉറങ്ങിപ്പോയപ്പോ വിളിക്കാൻ മടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ വിളിക്കാൻ മടിച്ചു, ഉറങ്ങിപ്പോയി, വിളിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടു കൊടുത്തു. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ഈ ഹൈദ് ഉണ്ടാകുന്ന സമയമുണ്ട് അല്ലെ, ഹൈദ് പീരീഡ്സ് ഉണ്ടാകുന്ന സമയമുണ്ട്. ഈ ഭാര്യമാർക്ക് ആ സമയത്ത് വല്ലാത്തൊരു വയറുവേദന ഉണ്ടാകും. അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ വേദന. അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ നൊമ്പരങ്ങൾ. നമ്മുടെ ഭാര്യമാർക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയം, ഹൈദ് ഉണ്ടാകുന്ന സമയം ഒരു വല്ലാത്ത വയറുവേദന ഉണ്ടാകും. അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാകൂല. ആ സമയത്തൊക്കെ അവരെ കുറ്റപ്പെടുത്താതെ, ഭാര്യമാർക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത്, ഹൈദ് ഉണ്ടാകുന്ന സമയത്ത് അവരെ എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ ആ സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. ദാമ്പത്തിക ജീവിതം എന്ന് പറയാൻ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലെ, ഒരു മൺകലം പോലെയാ. അല്ലെ ഈ മൺകലം താഴത്തോട്ടിട്ടാൽ പൊട്ടൂലേ, അല്ലാതെ പിന്നെയും കയറി വരുമോ? ഇല്ല, പൊട്ടും. ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരു ഇടിയും ഒരു സ്ഥലമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരാരാ? അവന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാർക്ക് കിടപ്പറയിൽ മാത്രം ഭയങ്കര സ്നേഹമാണ്. തുറന്നു പറയട്ടെ, കിടപ്പറയിൽ മാത്രം ഭാര്യ സുന്ദരിയ അതാ ഇതാ, പുറത്തു പോകുമ്പോ ഓളുടെ കൂടെ ഒന്ന് പോകാൻ പോലും ചില ചങ്ങാതിമാര് തയ്യാറാകൂല. ഞാൻ പറയാ, ഇവിടെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരായിട്ടൊന്ന് യാത്ര പോകുന്നത് നല്ലതാണ്. കല്യാണത്തിന് ശേഷം കല്യാണം കഴിച്ച പ്രിയപ്പെട്ട ദമ്പതിമാർ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അവരുടെ കൈകളിൽ പിടിക്കണം. എന്നിട്ടൊരു നല്ല വെള്ളച്ചാട്ടത്തിന്റെയും ഒരു നല്ല മലഞ്ചെരിവുകളുടെയിലൂടെയൊക്കെ ഒന്ന് മനസമാധാനത്തോടു കൂടി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് നടക്കണം, യാത്ര ചെയ്യണം. കാരണം എന്തേ? അതിൽ ബറക്കത്തുണ്ടെന്ന, യാത്രയിൽ തന്നെ ബറക്കത്തുണ്ടെന്ന. അത് നിന്റെ സ്വന്തം ഭാര്യയായിട്ടാകുമ്പോൾ അതിന് ഇരട്ടി ബറക്കത്തുണ്ടാകുമെന്ന. കല്യാണം കഴിഞ്ഞവർ അവരുടെ വിരലുകളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാകുമെന്ന. ചില ആളുകളുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കും, പക്ഷെ എച്ചിത്തര കയ്യിൽ കൊടുക്കൂല. ഭാര്യ ചോദിക്കും, ഇക്ക എനിക്കൊരു ബർദ മേടിച്ചു തരുമോ? വർഷത്തിൽ ഒരിക്കലാ ചോദിക്കണേ, എന്റെ പൈസ ഇല്ല. ഭാര്യ ചോദിക്കും, ഇക്ക എന്നെ ഒന്ന് കടൽ കാണിക്കാൻ കൊണ്ടുപോകോ? കടലില്ല, മറ്റേത് കാണിച്ചു തരാൻ എന്നിട്ട് കൂപ്പിട്ടിരിക്കണ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. പാടില്ല, പാടില്ല.
അവരെ സ്നേഹിക്കണം. അവരുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇഖ്ലാസോടുകൂടിയുള്ള സ്നേഹം റബ്ബിന്റെ പൊരുത്തത്തിന് മതി, വേറൊരാളുടെയും പൊരുത്തത്തിൽ വേണ്ട. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആരാണോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്ന് ആത്മാർത്ഥപരമാകുന്ന സ്നേഹമാണ്. അപ്പൊ ചില പ്രായമുള്ള വാപ്പമാരൊക്കെ ചിന്തിക്കും, ഉസ്താദേ ഞങ്ങളൊക്കെ എക്സ്പയർ ആയി ഉസ്താദെ, കഴിയാനായി ഉസ്താദെ എന്ന് ചിന്തിക്കണവരുണ്ട്. അല്ല, നിങ്ങളൊക്കെയാണ് ഇനി അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. മക്കൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഭാര്യ എന്നും ഉണ്ടാകും, അല്ലാഹു സ്വീകരിക്കട്ടെ. ഭർത്താവ് എന്നും ഉണ്ടാകും, അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ട്, കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, റാഹത്ത് വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, രണ്ടാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? മദീനയുടെ നായകനാകുന്ന റസൂലുള്ളാഹി പറയുകയാ, എന്തു കൊടുത്താലും തൃപ്തിയുള്ള ഭാര്യയാരോ അൽഹംദുലില്ലാ പറയുന്ന ഭാര്യയാരാ, അൽഹംദുലില്ലാ അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നതാ, അനുഗ്രഹങ്ങൾ നൽകുന്നതാ, റാഹത്ത് നൽകുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ, ഭക്ഷണമതാ കൊടുക്കുമ്പോ, പടച്ചവനെ ഖിദ്മത്ത് ചെയ്യുമ്പോ ഒരു ഭാര്യയുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാരാ? അവന്റെ ദാമ്പത്തിക ജീവിതത്തില്, അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. ഒരിക്കലതാ റസൂലുള്ളാഹിയുണ്ടല്ലോ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് അതാ കടന്നു വരികയാ. റസൂലുള്ള കടന്നു വരുമ്പോ ഫാത്തിമ ബീവിയുണ്ടല്ലോ ജോലി ചെയ്യുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണമതാ കടന്നു വരുമ്പോ ഒരുപാട് പേര് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ, വിവാഹം ചെയ്തു തരുമോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഇല്ല ഇല്ല, സമ്മതമല്ല, അനുവാദമല്ല. ഫാത്തിമ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂല് തിരഞ്ഞെടുത്ത വരനാരെന്നറിയോ? സയ്യിദുനാ അലിയാർ തങ്ങളാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, അലിയാർ തങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ, അലിയാർ തങ്ങൾ ദാരിദ്ര്യമുള്ളവനാ, അലിയാർ തങ്ങൾ പട്ടിണി പാവമാ, അലിയാർ തങ്ങള് കോടിക്കണക്കാന സ്വത്തുക്കളുള്ളോ ഒരു ഭർത്താവല്ല എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, തലയിലതാ പുല്ല് ചുമന്നുകൊണ്ട് അറേബ്യയുടെ മണ്ണുകളിലൂടെ കൊണ്ടുകൊടുക്കുന്ന ജോലിയാ, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാ. റസൂലുള്ളാഹി അതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമയതാ ജോലി ചെയ്യുകയാ. റസൂലുള്ളാഹി ഫാത്തിമയോട് സലാം പറയുകയാ. റസൂലുള്ളാഹി ഉണ്ടല്ലോ ചുംബനം കൊടുക്കുകയാ. ഒരു വാപ്പ തന്നെ പൊന്നുമോളെ കാണുമ്പോ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ നെറ്റിത്തടത്തില് അല്ലാഹുവിന്റെ റസൂല് മുത്തം കൊടുക്കുകയാ. എന്നിട്ടതാ ഫാത്തിമയോട് ചോദിക്കുകയാ, സന്തോഷമാണോ, അനുഗ്രഹമാണോ, റാഹത്താണോ, ഇസ്സത്താണോ? ആദരവാകുന്ന പ്രവാചകനോട് പടച്ചവനെ ഫാത്തിമയതാ പറയുകയാ, സന്തോഷമാ, ആനന്ദമാ, ബറക്കത്താ. എന്നിട്ടതാ ഫാത്തിമയുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ കൈകളിലേക്ക് പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകള് പടച്ചവനെ പൊട്ടിയിട്ട് ചോര വരുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഇതെങ്ങനാണ് ഫാത്തിമ, കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ? ഫാത്തിമയതാ മറുപടി പറയുകയാ, പടച്ചവനെ അരിയാട്ടിയിട്ട്, ആട്ടുകല്ലിൽ അരിയാട്ടിയിട്ട് എന്റെ കൈയുണ്ടല്ലോ പൊട്ടുകയാ. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ലോകത്ത് വരാനിരിക്കുന്നു ഭാര്യമാർക്ക് മുഴുവനും എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന വിഭാഗം
പ്രതിഫലമേതോ, അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമേതോ, അള്ളാഹു കൊടുക്കുന്ന മഹത്വമേതാ. ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി വസ്ത്രമലക്കിയാൽ, ഒരു ഭാര്യയുണ്ടല്ലോ ഭർത്താവിന് വേണ്ടി ഭക്ഷണം കൊടുത്താൽ, ഒരു ഭാര്യയുണ്ടല്ലോ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമേതാ. ദഖലൽ ജന്ന, സ്വർഗമോ 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 ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ എന്റെ കൈകള് അരിയാട്ടിയിട്ട് നബിയെ പൊട്ടി നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നേരെ തിരിച്ച ചില സഹോദരിമാര് ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ മടിയാ അല്ലേ? 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കൂട്ടം? 3 കൂട്ടം. ഒന്നാമത്തെ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടു നിൽക്കണ ഭർത്താവാരാ എന്ന് വെച്ചാല് ഭാര്യ പറയാ, ഇക്ക എനിക്ക് എന്നെ മാറും പൊക്കൽ കൂടിയൊക്കെ കാണിക്കുന്ന ഒരു സാരി നിങ്ങൾ എടുത്തു തരണമെന്ന് പറയാ. അപ്പൊ ഭർത്താവ് അത് എടുത്തു കൊടുക്കണ ചങ്ങാതിയാണെങ്കിൽ, ഹറാമിന് കൂട്ടു നിൽക്കണ ചങ്ങാതിയാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ. 2, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കിടപ്പിറ രഹസ്യം ഒരു ഭർത്താവ് പങ്കിട്ട് കൊടുത്താൽ, കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുത്താൽ നിങ്ങൾ നരകത്തിലേക്കുള്ള ഭർത്താവാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഉമ്മമാര് ചോദിക്കും, ഉസ്താദെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ കിടപ്പ രഹസ്യം പങ്കിട്ട് കൊടുക്കുമോ ഉസ്താദ് എന്ന് ചോദിക്കും. ഞാൻ പറയാ, ഇപ്പൊ കർണാടകയിലൊക്കെ കല്യാണപ്രായം എത്രയാ ഉസ്താദെ? ചെറുപ്പക്കാരുടെ കല്യാണപ്രായം എത്രയാ? 25, 26. പെൺകുട്ടികളുടെ 19, 20. ഒളിച്ചോടി ഇല്ലെങ്കിൽ 19, 20. ഒളിച്ചോടിയ 17, 16. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചില നാട്ടിലൊക്കെ 21, 22 വയസ്സിലൊക്കെ ആകുമ്പോൾ ചില പക്വതയില്ലാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കും. ഒരു ചിലപ്പോ വാപ്പാക്ക് പൈസ ഉണ്ട്, വാപ്പാക്ക് ഒരു ആനയുണ്ട്, വാപ്പാക്ക് ഒരു കുതിരയുണ്ട്, വാപ്പാക്ക് 2 പശുവുണ്ട്, അപ്പൊ പിന്നെ വരുമാനമുണ്ട്, എനിക്കൊന്നും പേടിക്കാനൊന്നുമില്ല. അപ്പൊ നേരെ പോയി കെട്ടുന്ന ചില ചങ്ങാതിമാരുണ്ട്, പക്വതയായിട്ടുണ്ടാവൂല. ഈ ചങ്ങാതിമാര് ആദിരാത്രി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവന്റെ ഹമുക്കളാന്ന് ചില കൂട്ടുകാർ എച്ചുകളിൽ വന്നിട്ട് ചോദിക്കും, എടാ ചങ്ങാതി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കും, എടാ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കേൾക്കുമ്പോൾ ഈ ചങ്ങാതി പറയുന്നൊരു കാര്യമുണ്ട്, എടാ അളി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മൂട്ട് നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ സുബഹിക്ക് ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ കല്യാണം കഴിഞ്ഞു. അവൻ എന്നും സുബഹിക്ക് ഇവിടെ പള്ളിയിൽ വരുന്നവനാ. ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ അവന്റെ മുടി ഇങ്ങനെ നനഞ്ഞിരിക്കുക, കുളിച്ചിട്ട് അവൻ വരണേ. ആ സമയത്ത് ചില ചങ്ങാതിമാര് വന്നിട്ട് പറയടാ കണ്ടില്ലടാ ഇന്ന് അവൻ കുളിച്ചിട്ടൊക്കെ സുബഹിക്ക് വന്നിരിക്കണേ, ഇന്നലെ രാത്രി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറയുമ്പോ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഭാര്യയായിട്ടുള്ള അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പിൽ കയറ്റണ ചില ചങ്ങാതിമാരുണ്ട്. ഒരു രസത്തിനു വേണ്ടിയാണെങ്കിലും ആ സമയത്ത് ഒരു സുഖത്തിന് വേണ്ടിയാണെങ്കിലും ഭാര്യയുടെ കിടപ്പ രഹസ്യം ആരാണോ പങ്കിടുന്നത് അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. 3, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നു, ഭാര്യയുടെ അടിമയായി ജീവിക്കണ ഭർത്താവാര. ഭാര്യയുടെ അടിമയായി ജീവിക്കണ ഭർത്താവാര എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ച് നടക്കണ പെൺകോന്തന്മാരാകുന്ന ഭർത്താക്കന്മാരാര. അമിനാത്ത പറയാ, ഇക്ക ഇങ്ങ് വന്ന് പറയുമ്പോ തലയും കുനിച്ച് വന്ന് ഇങ്ങനെ നിന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കണ ഭർത്താവാര, അവര് നരകത്തിലേക്കുള്ള ഭർത്താവാ അല്ലെ? ചില ഭാര്യമാരുടെ അടിമയായി. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണം. എന്താ പറഞ്ഞേ? എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണം. ഞാൻ എന്ത് സ്വഭാവം നന്നാകണ്ടേ? എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ, നമ്മളൊക്കെയാണ് കൂമ്പിനിട്ട് ഇടിച്ചെന്നെ തിരിച്ച്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ അല്ലേ? ഞാൻ പറയണത്, ഒരാൾ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദ് എന്റെ ഭാര്യ എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ, അവൻ കരയും വന്നിട്ട് എന്റെ മുമ്പിൽ ഇരുന്നിട്ട്. അള്ളാഹു നല്ല ദാമ്പത്തിക ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണേ, ഭാര്യയുടെ അടിമയായി ജീവിക്കണവരാരാ, അവർ നരകത്തിലേക്കുള്ള ഭർത്താവാ. ചില ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല. നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ ചായ ഉണ്ടാക്കിക്കോ, ഞാൻ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കണ ചില ചങ്ങ. ഞാൻ നേരത്തെ ഷവർമ്മയുടെ കഥ പറഞ്ഞ പോലെ അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിന് ഞാൻ പറയാ, ഇഷ്ടത്തോടു കൂടി പറയാ, ഇവിടെ ഇരിക്കണ പെങ്ങന്മാരോട് പറയാ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ?
ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറിട്ട് കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം വിളമ്പിയാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു കൊടുക്കുന്ന മഹത്വം എന്താ? റസൂലുള്ള പറയുകയാ, ഓരോ അരിക്കു പകരമായിട്ട് അവന്റെ പാപങ്ങളുണ്ടല്ലോ, ഭാര്യയുടെ പാപങ്ങളുണ്ടല്ലോ, അള്ളാഹുവേ പൊറുക്കുന്നതാ. അവരുടെ തിന്മകളുണ്ടല്ലോ പൊറുക്കുന്നതാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അരിക്കു പകരമായിട്ട് അവരുടെ പാപങ്ങൾ, ഭാര്യമാരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ഈ ഭാര്യമാർക്ക് ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് വെറുതായിരിക്കും, പക്ഷേ അവർക്ക് വല്ലാത്ത സ്ഥാനമാണ് റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അരിക്കു പകരമായിട്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ചില ഉമ്മമാരുണ്ട്, നാളെ ഭർത്താവ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു കലം ചോറുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തട്ടിത്തരും. ഭർത്താവ് ചോറ് കഴിക്കാനിരിക്കുമ്പോൾ ഭാര്യ ഒരു കലം ചോറുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തട്ടിത്തരും. ഈ ചങ്ങാതി നോക്കുമ്പോൾ ഇങ്ങനെ ഉഹദ് മല പോലെ ഇങ്ങനെ ചോറ് ഇങ്ങനെ നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മൾ ചോദിക്കും, ആമിന ഇന്നെന്താ ഇത്ര ഭക്ഷണം ഇട്ട് തരണേ? അപ്പൊ ആമിനാത്ത പറയും, ഇന്നൊരു ഉസ്താദല്ലേ പറഞ്ഞേ, എത്ര ഭക്ഷണം വിളമ്പി തരുന്നോ അത്രയും പാപങ്ങൾ. അതല്ല ഞാൻ പറഞ്ഞതല്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പടച്ച തമ്പുരാൻ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഈ താടി രോമങ്ങൾ ഈരി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഈ മുടി ഈരി കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ താടിമുടികൾ ഈരി കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാർക്ക് താടി ഉണ്ടാകൂല, ചങ്ങാതിമാര് വളർത്താത്തേ ആയിരിക്കും. ചില ആളുകളുണ്ട് ഇങ്ങനെ താടി ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്ത് നടക്കണം. ചില ചങ്ങാതിമാരുണ്ട്, അള്ളാഹു കാത്തിരിക്കട്ടെ, പാടില്ല. ഇല്ലാത്തവർ എന്നെ പ്രാഗിട്ട് കാര്യമില്ല കേട്ടോ, എന്നെ പ്രാഗിട്ട് കാര്യമില്ല. നിങ്ങൾ വളർത്തണം, താടി വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ താടി വളർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ടെററിസ്റ്റാന്ന് പറയും. ഉസ്താദെ, പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മൾ മുമ്പോട്ട് പോവാ. മീശ എന്ത് ചെയ്യണം? ഡ്രിം ചെയ്യണം. ഒരുപാട് ചില ആളുകളുണ്ട്, കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ, പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ചില ചങ്ങാതിമാർ ഇവിടെ മുഴുവനും പാലുണ്ടാവും, പബ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും പബ്സ് ഉണ്ടാവും. കാരണം എന്തേ? ഈ മീശ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടക്കണം ചില ചങ്ങാതിമാര്. അല്ലാഹു ഈമാൻ നൽകട്ടെ. മീശ എന്ത് ചെയ്യണം? ഡ്രിം ചെയ്യണം. താടി എന്ത് ചെയ്യണം? ഒതുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ വളർത്തിയിട്ട് എന്ത് ചെയ്യണം? കൊണ്ട് നടക്കണം. പിന്നെ ചില ആളുകളുണ്ട്, താടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴുകാതെയും വൃത്തിയില്ലാതെയും കൊണ്ട് നടക്കണം ചില ചങ്ങാതിമാർ. താടി വളർത്തുമ്പോൾ ഡീസന്റ് ആയിട്ട് വളർത്താൻ പോയിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. ചില പെങ്ങന്മാരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ അയാളുടെ താടി കണ്ടില്ല ഉസ്താദെ, ഈരൂൽ ഉസ്താദ് എന്ന് പറയുന്ന ചില പെങ്ങന്മാരുണ്ട്. അല്ലെ, അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ താടി മുടികൾ ഈരി കൊടുത്തു കഴിഞ്ഞാൽ, നാളെ സലീമിക്ക ഇങ്ങനെ പോകുമ്പോ, ഇക്ക പോകല്ലേ, എനിക്ക് 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലം വേണം, നിങ്ങൾ ഇങ്ങ് വാ എന്നൊരു ചീപ്പൊക്കെ എടുത്ത് തലമുടിയൊക്കെ നീരി കൊടുത്ത് താടിയൊക്കെ നീരി കൊടുത്ത് എന്ത് സന്തോഷം ഉണ്ടാകും. ഇല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധി. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇനി ഒരു ഭാര്യ തന്റെ മക്കൾക്ക് മുലപ്പാല് കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, എന്റെ പ്രിയമുള്ളവര്, മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന മഹത്വം എന്താ? ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, കയ്യിൽ ചെറിയ മക്കളുള്ളവരെ, മുലപ്പാല് കുടിക്കുന്ന മക്കളുള്ളവരെ, മുലയൂട്ടുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വല്ലാത്ത സൗഭാഗ്യമാ, വല്ലാത്ത ആനന്ദമാ, വല്ലാത്ത പ്രതിഫലമാ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, പടച്ചവനെ, വീടിന്റെ അകത്തിരിക്കുമ്പോ അള്ളാന്റെ റസൂല് വീടിന്റെ വാതിക്കലൂടെ കടന്നു പോകുകയാ. ആദരവാകുന്ന പ്രവാചകനതാ കടന്നു പോകുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, വിശന്ന് കൊണ്ട് കരയുകയാ, മുലപ്പാല് കുടിക്കാതെ കരയുകയാ.
മദീനയുടെ നായകനാകുന്ന റസൂലുള്ളയുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ. ഫാത്തിമയോട് റസൂലുള്ള പറയുകയാ, മുലപ്പാല് കൊടുക്കണേ, പാല് കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുകയാ. എന്നിട്ടതാ റസൂലുള്ളയുണ്ടല്ലോ പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ നമസ്കരിക്കുകയാ. എന്നിട്ടതാ സലാം വീട്ടുകയാ. അവിടുന്നതാ ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് കഴിയുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ കരയുന്ന ശബ്ദമുണ്ടല്ലോ കേൾക്കുകയാ. പള്ളിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചകനതാ പടച്ചവനെ ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ മുലപ്പാല് കൊടുക്കണേ, പാല് കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും എന്റെ പ്രിയമുള്ളവരെ വിശന്നുകൊണ്ട് കരയുകയാ, വിശന്നുകൊണ്ട് നിലവിളിക്കുകയാ, പാല് കുടിക്കാതെ കരയുകയാ. റസൂലുള്ളയതാ ദേഷ്യപ്പെടുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ മുഖമുണ്ടല്ലോ പടച്ചവനെ ചുമക്കുകയാ. റസൂലുള്ളയുടെ മുഖമുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ. റസൂലുള്ള ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയതാ കടന്നു വരികയാ. ഫാത്തിമയോട് റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ഹസനും ഹുസൈനും ഉണ്ടല്ലോ പാല് കൊടുക്കാത്തതെന്തേ? ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, വാപ്പാ അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ. എന്റെ മാറിൽ വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ എന്നതാ ഫാത്തിമ ബീവിയതാ പറയുമ്പോ, മുലപ്പാല് കൊടുക്കുന്നവരെ അത് വല്ലാത്ത പ്രതിഫലമോ, മുലപ്പാല് കൊടുക്കുന്നവരെ അത് വല്ലാത്ത പ്രതിഫലമാ. റസൂലുള്ളയുണ്ടല്ലോ ഫാത്തിമയോട് പറയുകയാ, ഒരു ഭാര്യ തന്നെ മക്കൾക്ക് എന്റെ പ്രിയമുള്ളവരെ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ 1000 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ വല്ലാത്ത സൗഭാഗ്യം ചെയ്തവരാ. നാദാ കബൂലാക്കണേ, അല്ലോ സ്വീകരിക്കണേ റഹ്മാനേ. റസൂലുള്ള പറഞ്ഞു, ഒരു ഭാര്യ തന്റെ മക്കൾക്ക് മുലപ്പാല് കൊടുത്താൽ 1000 ഷഹീദീങ്ങളുടെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ഭാര്യമാർക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മഹത്വം എന്ന് പറയുന്നത് വലുതാ. റസൂലുള്ള പറഞ്ഞു, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയുന്ന ഭാര്യ ആരാ, അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, അല്ലേ? ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ചങ്ങാതിനെ, കൊല്ലത്തുള്ള ചങ്ങാതിയാ, ഞാൻ രാത്രി ഒരു 11 മണിയപ്പോൾ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അത് എവിടെ ഉള്ളത്? ഉസ്താദ് ഞാൻ ഓച്ചിറയിലുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് ഓച്ചിറയിലുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാ 11 മണിക്ക് എന്താ ഓച്ചിറയില്? ഒന്നുമില്ല ഉസ്താദേ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്ത സംഭവം ഉസ്താദേ. ചുരിദാർ വാങ്ങിച്ചു കൊടുത്ത് ഇനി രാത്രി 11 മണിക്ക് എന്താ ഉസ്താദേ, ഞാൻ ഓൾക്കൊരു പച്ച കളർ ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു. ഓൾക്കത് പറ്റിയില്ല, ഓൾക്കത് പറ്റിയില്ല. ഓളെ തന്നെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഉസ്താദേ. ഓൾക്ക് ഇന്നത്തെ രാത്രി തന്നെ അത് മാറി കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ആ കട തുറപ്പിച്ചെടുക്കാൻ വന്നതാണെന്ന് ഒരു സാധു പറയുമ്പോൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം, അല്ലേ? ഇവിടെ ഇരിക്കണ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങളുടെ വരുമാനം എപ്പോഴും നിങ്ങളുടെ പൊണ്ടാട്ടി അറിഞ്ഞിരിക്കണം. 5000 രൂപ ശമ്പളമുള്ളൂ, അല്ലെങ്കിൽ 10000 ശമ്പളമുള്ളൂ, 15000 ശമ്പളമുള്ളൂ, ആ ശമ്പളമുള്ള ഉസ്താദന്മാർ മാത്രമായിരിക്കും, അതിൻ്റെ മുകളിലുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കണം മിക്ക ആളുകളും. നിങ്ങളോട് പറയാ, നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ഭാര്യ അറിഞ്ഞിരിക്കണം. ഭാര്യ അറിഞ്ഞിരിക്കണം. കാരണം എന്തേ? അതറിഞ്ഞുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം, അല്ലേ? ഇപ്പൊ ഈ മംഗലാപുരത്തും ഈ കാസർഗോഡൊക്കെ എല്ലാവരും ബറദ ഇടുന്നവരാ. മംഗലാപുരത്തും കാസർഗോഡും ഒക്കെ എല്ലാവരും ബറദ ഇടുന്നവരാ. പക്ഷേ 98% ആളുകളും ഈമാൻ കൊണ്ട് ബറദ ഇടുന്നവരാ. ചോദിക്കട്ടെ, ഇപ്പൊ കാസർഗോഡും കർണാടകയിലൊക്കെ ബറദ ഇടുന്ന ഉമ്മമാരുണ്ട്. 98% ഞാൻ ചങ്കുറപ്പോടെ പറയാ, ഈമാൻ കൊണ്ട് ബറദ ഇടുന്നവരാ അല്ല, അല്ല. അങ്ങനാണെങ്കിൽ ഷെയ്പ്പുള്ള ബറദ ഇടൂല. ഈമാൻ കൊണ്ടിടുന്നവരാണെങ്കിൽ നമ്മുടെ ഭാര്യമാർ ഒരിക്കലും ഷെയ്പ്പുള്ള ബറദ ഇടൂല. എന്നോട് ഈ കബക്കയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാ വാതിലും പറയണം. ഞാൻ എന്താ?
ഉസ്താദേ ഞങ്ങളുടെ കർണാടകയിൽ എല്ലാ പെണ്ണുങ്ങളും ബർദ ഇടുന്നവരാ ഉസ്താദേ. അൽഹംദുലില്ലാ സന്തോഷം. ഉസ്താദേ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഹിജാബ് ധരിക്കുന്നവരാ ഉസ്താദേ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ സന്തോഷം. പക്ഷേ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഇതെല്ലാം ഇട്ടിട്ട് ഈ കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ ചുവപ്പ്, കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ മഞ്ഞ, കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ പച്ച, ഇങ്ങനത്തെ ഓരോ കളർ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കണ ചില താത്താമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഇപ്പൊ ക്രീം ഇട്ട് വെളുക്കാൻ നടക്കുന്ന ചില താത്താമാരുണ്ട്. പാടില്ല, പാടില്ല. അതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ശരീരം വെറുതെ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോ ബുർക്ക മൂസ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ, മൂസ എന്ന് അവന്റെ പേര്. ഇവിടെ ഉപ്പളയിൽ ഒരു കട നടത്തുന്നവനാ, വ്രതക്കട നടത്തുന്നവനാ. ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന ബുർക്ക മൂസ എന്നാ, കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബുർക്ക മൂസ എന്ന് എഴുതിയിട്ടിരിക്കണേ. അപ്പൊ ഓൻ എന്നോട് പറഞ്ഞു ഉസ്താദേ 25,000-ന്റെയും 30,000-ന്റെ ബർദയൊക്കെ ഞങ്ങളുടെ കടയിലുണ്ട് ഉസ്താദേ. ചില ഭാര്യ ഭർത്താക്കന്മാര് കടയിൽ വരും ബർദ വാങ്ങിക്കാൻ. എന്നിട്ട് ഭാര്യ എന്ത് ചെയ്യും, ഒരു 10,000-10,000-ന്റെ ഒക്കെ ബർദ എടുത്തിടും. അള്ളാഹു ആ സമയത്ത് ചില ചെറുപ്പക്കാരന്റെ നെഞ്ച് പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദേ. എന്നാ സഹോദരൻ പറയുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. ഭർത്താവ് ഒരു സാധനം വാങ്ങിച്ചു തന്നാൽ അത് അപ്പോൾ തന്നെ വേണ്ടെന്ന് പറയും. സ്വാഭാവികമാണ്, മനുഷ്യരാ, ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേടിച്ചോണ്ട് വരുന്ന സമയത്ത് തന്നെ പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും 2 കൊല്ലമായി കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഒരു സാധനം ഭർത്താവ് വാങ്ങിച്ചു തരുമ്പോൾ അതൊരിക്കലും ആ സമയത്ത് തന്നെ പറയാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വേദന ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നൊരു കാര്യം ഞാൻ പറയാം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികപരമാകുന്ന ഇടപാട് ആ സമയത്ത് പറയാൻ പാടില്ല. ചില ആളുകൾ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയെടുത്തിട്ട് വരുമായിരിക്കും, കച്ചവടം മുഴുവൻ നഷ്ടത്തിലായിരിക്കും. ഒരാൾ പോലും കടയിൽ സാധനം വാങ്ങാൻ കയറിയിട്ടുണ്ടാകൂല. ഇയാൾ ഇങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ പറയും, അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ പൈസ കൊടുക്കാനുണ്ട്, അവിടെ അതടക്കണം, ഇവിടെ കാറ് EMI അടക്കണം, അതടക്കണം, പള്ളിയിൽ പിരിവ് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളറിൽ എന്തുണ്ടാകും, സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു അടി ചിലപ്പോൾ കറത്ത് കിട്ടിയെന്നും വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയും, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. എന്നാൽ അൽഹംദുലില്ലാ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ പറഞ്ഞ വല്ലാത്ത പ്രതിഫല. ഇപ്പോ അൽഹംദുലില്ലാ പറയുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഒച്ചയിൽ അൽഹംദുലില്ലാ പറയാൻ പറ്റൂല. ഇപ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഉണ്ട്. അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന ഉസ്താദിന്റെ പേര് തന്നെ. കാരണം എന്തേ, ആ ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞാലും ആ ഉസ്താദ് അൽഹംദുലില്ലാ പറയും. ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു വീട് വെച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു വണ്ടി വാങ്ങിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ എനിക്കൊരു ജോലി കിട്ടി, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു, അൽഹംദുലില്ലാ. പള്ളിയിലെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചു, അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ. ജോലിയും പോയി, എല്ലാം പോയി, വീട്ടിലായിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാ പറയണതിന് ചെറിയൊരു മര്യാദയൊക്കെ ഉണ്ട്. ചിലതൊക്കെ മനസ്സിൽ പറയേണ്ടി വരും, ചിലതൊക്കെ പുറത്ത് പറയേണ്ടി വരും. ഞാൻ പറയണത്, എന്ത് കിട്ടിയാലും തൃപ്തിയുള്ള ഭാര്യ ആരാ, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ എച്ചുകല്ലെന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. ഉണ്ടോ? ആർക്കും വേണ്ട ഉസ്താദേ, ആർക്കും വേണ്ട. മക്കളെ ആ ക്യാമറ ഒന്ന് തിരിച്ചെടുത്തോളി. ഇവർക്ക് കാണാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുമോ? ലൈവ് അവിടെ കാണാൻ പറ്റുമോ? സ്ക്രീൻ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ തിരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് കാണിക്കണം. നിങ്ങൾക്ക് വേണ്ട ഭർത്താക്കന്മാരായിരിക്കും. ഞാൻ ഒരാൾ പൊക്കി, അവൻ കെട്ടിയിട്ടുണ്ടോ ഉസ്താദേ? അവൻ കെട്ടിയിട്ടുണ്ടോ? കൈവക്കാൻ മടിയാ അല്ലെ, ആരെങ്കിലും കളിയാക്കുന്ന ഒന്ന് ചോദിച്ചപ്പോ ഒന്ന് പൊക്കിയപ്പാ. ഞാൻ ചോദിക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ എച്ചുകല്ലിൽ കിട്ടിയ ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് ഒന്ന് കൈവക്കിയപ്പോ ആരില്ല? ഇത്രയും പേരുള്ളൂ, ബാക്കി ആർക്കും വേണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലാഹു അപ്പൊ എന്തോ അല്ലെ ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച ഉസ്താദ് കുടുംബജീവിതം ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ മടി കൊണ്ട് പൊക്കാത്തായിരിക്കും അല്ലെ. ഞാൻ കൈവക്കിയാല് ഓൾക്കൊരു ചിന്ത ഉണ്ടാകും, എനിക്ക് അവളെ തന്നെ മതിയെന്ന്. അപ്പൊ ഓക്ക് അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ ദിക്ർ പറഞ്ഞു തന്നാ ചൊല്ലുവോ?
ഞാനൊരു ചെറിയ ദിക്ർ പറഞ്ഞാൽ ചൊല്ലോ ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദിക്ർ ആരാണ് ചെല്ലുന്നത്? അൽഹംദുലില്ലാഹ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾക്ക് ഒരുമിക്കാം. അല്ലാഹു ഈമാൻ നൽകട്ടെ. വേണ്ടേ? അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇവിടുത്തെ ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ആദ്യമേ പൊക്കിയവൻ പെണ്ണ് കെട്ടാത്തവനാണെന്നാ തോന്നുന്നത്. അത്ര ആവേശം അതാണ്. ഇൻഷാ അല്ലാഹ് കെട്ടിക്കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ലെന്ന് ഇവിടെ പലർക്കും അറിയാം. അല്ലാഹു അല്ലെ എൻ്റെ ഉസ്താദ് എന്നോട് എപ്പോഴും പറയും, ആഷിഖേ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവനാ ഉസ്താദേ, എടാ നീ ഇപ്പം ഡേറ്റ് കൊടുക്കണത് പോലെ നിനക്ക് ഇനി കല്യാണം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെന്താ ഉസ്താദേ? നീ കൊടുത്തു നോക്കാം, അപ്പം അറിയാൻ മോനെ എന്നാ പറഞ്ഞത്. ഇപ്പം വെള്ളിയാഴ്ച പോലും വീട്ടിൽ പോകാതെ പ്രസവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 ദിവസമായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 18 ദിവസമായി. ഇന്ന് എൻ്റെ ഉപ്പ വിളിച്ചിട്ട് വെച്ച്, എടാ ഞങ്ങളൊന്നും വേണ്ടേ, ഞങ്ങളൊന്നും വേണ്ടേ? ഞാൻ പറഞ്ഞു വരാനുള്ളൊരു സമയമില്ല, അത് കണ്ടാന്ന് പറഞ്ഞത്. അല്ല ഇപ്പം എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഞാനൊരു വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചു പോയി ഉസ്താദെ. എൻ്റെ വീട്ടിൽ ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു, വീട്ടിൽ മുഴുവനും തല്ല ഉസ്താദ് എന്നൊരു സഹോദരൻ പറഞ്ഞു. ഞാൻ അതെന്താ ഉസ്താദ് അങ്ങനെ പ്രശ്നം? എൻ്റെ ഉമ്മ പറയണത്, എടാ 25 കൊല്ലം നിന്റെ വസ്ത്രം അലക്കിയത് ഞാനാ. 25ാമത്തെ വയസ്സിൽ നീ പോയി പെണ്ണ് കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം നീ പോയി വാഷിംഗ് മെഷീൻ മേടിച്ചു. അതിൻ്റെ അർത്ഥം നിനക്ക് എന്നോട് സ്നേഹമില്ല, ഓളോട് നിനക്ക് സ്നേഹം ഉണ്ടെന്ന് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ ഉഷാദേ വാഷിംഗ് മെഷീനൊക്കെ മേടിക്കണമെങ്കിൽ കല്യാണത്തിന് മുമ്പേ വാങ്ങിച്ചോ, ഒരു 5 മാസം മുമ്പേ മേടിച്ച് വെച്ചോളാം, എന്നാലും ഉമ്മാക്കും വിരുത്തുണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ എച്ചുകല്ലിൽ കിട്ടിയ ഭാര്യയെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഈ ചെറിയ ദിക്ർ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും കൂടി ചെല്ലണം. ചെല്ലുവോ? ഇപ്പൊ തലയെക്കാട്ടും അവിടെ പോയിരുന്നിട്ട് തെറ്റിച്ചോറും ചിലപ്പോ. കാത്തിരിക്കട്ടെ. ഇപ്പൊ പറയും ആവേശത്തിൽ കൈയൊക്കെ പൊക്കും, ഭാര്യയല്ലേ ചെവിക്കല്ലിന് അടിക്കണുണ്ട്, അല്ലെ ചെരവയ്ക്ക് അടിക്കണുണ്ട്. ഇപ്പൊ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കൈ പൊക്കും. ഉസ്താദെ ഞങ്ങൾ ചൊല്ലും ഉസ്താദെ. അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ചൊല്ലുമ്പോ ഭർത്താവ് എന്ത് ചെയ്യും? അക്ഷരം മാറ്റി ചൊല്ലും. കാരണം എന്താ? തെറ്റിപ്പോയാൽ മതിയായിരുന്നു. റബ്ബേ അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസിൽ ഭാര്യയെ വേണോ, ഭാര്യയെ വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഏതെന്നറിയോ? ഒരിക്കലതാ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയതാ ജോലി ചെയ്യുമ്പോ അലിയാര് തങ്ങൾ കടന്നു വരികയാ. അലിയാര് തങ്ങൾ കടന്നു വന്നിട്ട് ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ നിന്റെ കൈകളുണ്ടല്ലോ പൊട്ടിയല്ലോ, ചോര വരുന്നുണ്ടല്ലോ, നീ അതാ പിതാവിനോട് ചെന്ന് ചോദിക്കുക, റസൂലുള്ളാഹിയോട് ചോദിക്കുക, ഒരടിമയെ തരുമോ, ഹിദമത്തിന് തരുമോ? ഫാത്തിമയതാ കടന്നു ചെല്ലുകയാ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിയില്ല. റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ പുറത്തേക്ക് പോയിരിക്കുകയാ. റസൂലുള്ളാഹിയുടെ ഭാര്യയാകുന്ന ആയിഷ ബീവിയോട് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ ചോദിക്കുകയാ, വാപ്പയോട് പറയുമോ, എനിക്കൊരു അടിമയെ തരുമോ, എനിക്കൊരു സഹായിയെ തരുമോ, എനിക്കൊരു ഖിദ്മത്തിന് ഒരടിമയെ തരുമോ? ഫാത്തിമയതാ കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അലിയാര് തങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ പറഞ്ഞു. ഫാത്തിമ ബീവിയതാ അലിയാര് തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, റസൂലുള്ളാഹിയില്ല, വാപ്പയില്ല. ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ടേ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് പാതിരാത്രിയില് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മഅദല്ലോ ആയിഷ ബീവിയുണ്ടല്ലോ റസൂലുള്ളാഹിയോട് പറയുകയാ, ഫാത്തിമ വന്നല്ലോ, ഒരു കാര്യം പറഞ്ഞല്ലോ. റസൂലുള്ളാഹിയോട് ആയിഷ ബീവി പറയുകയാ, ഒരടിമയെ കൊടുക്കുമോ? ഖിദ്മത്തിന് വേണ്ടിയിട്ട്, സഹായത്തിനായിട്ട് ഒരടിമയെ കൊടുക്കുമോ? ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പാതിരാത്രിയില് അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട പൊന്നുമോളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ പടച്ചവനെ വീടിന്റെ വാതിൽ തുറക്കുകയാ. റസൂലുള്ളാഹിയതാ സലാം പറയുകയാ, ചുംബനം കൊടുക്കുകയാ.
ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് അലിയാര് തങ്ങളെ തിരക്കുകയാ, അലിയാര് തങ്ങൾ ഉറങ്ങുകയാ, അലിയാര് തങ്ങള് ഉറക്കത്തിൽ നിന്നും എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ, സഹായിയെ വേണോ, ഖിദ്മത്തിന് സഹായിയെ വേണോ? ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോൾ ഫാത്തിമയതാ പറയുകയാ, തന്നു കഴിഞ്ഞാൽ ഉപകാരമാ, തന്നു കഴിഞ്ഞാൽ സന്തോഷമോ, അടുക്കളയിൽ ജോലിക്ക് ഉപകാരമാകുമല്ലോ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ ഫാത്തിമയോട് പറയുകയാ, ഇല്ല ഫാത്തിമ, തരൂല ഫാത്തിമ, ആർക്ക് കൊടുത്താലും നിനക്കുണ്ടല്ലോ, തരൂല ഫാത്തിമ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യണേ, വസ്ത്രമലക്കണേ, ഭക്ഷണം വിളമ്പണേ, എല്ലാ സഹായങ്ങളും ചെയ്യണേ. എന്നാൽ സ്വർഗമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. എന്നിട്ടതാ റസൂലുള്ള പറയുകയാ, ജീവിതത്തില് ദുനിയാവില് ലഭിച്ച ഭാര്യയുണ്ടല്ലോ ജന്നാത്തുൽ ഫിർദൗസില് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, എല്ലാ ദിവസമുണ്ടല്ലോ കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ കിടക്കപ്പായിലിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി പറയുകയാ. റസൂലുള്ളാഹി ഫാത്തിമയോട് പറയുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ 33 തവണ കിടക്കപ്പായില് ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദാമ്പത്തിക ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. അവരെയുണ്ടല്ലോ ജന്നാത്തുൽ ഫിർദൗസില് അല്ലാഹു ഒരുമിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ